KSRTC ജീവനക്കാരുടെ പ്രശ്നം അത് പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. KSRTC ജീവനക്കാർക്ക് ശമ്പളം ഇനി 1-ാം തീയതി നൽകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. SBIയുമായി ചേർന്ന് 100 കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് ശമ്പളം നൽകുക. എല്ലാ മാസവും 50 കോടി രൂപ ധനസഹായം സംസ്ഥാനം നൽകുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. KSRTC ജീവനക്കാർക്ക് ഇന്നു മുതൽ ശമ്പളം 1-ാം തീയതി കൊടുക്കാൻ തുടങ്ങിയാണ്. ഇന്നിപ്പോൾ ഒന്നല്ല, ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി അവരുടെ ശമ്പളം അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതാണ്ട് 625 കോടി രൂപയുടെ സാമ്പത്തിക സഹായവും ഏതാണ്ട് 50 കോടി രൂപ സർക്കാർ ഒരു മാസം ശമ്പളത്തിനായി KSRTC നൽകുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്നൊരു ഓവർ ഡ്രാഫ്റ്റ് 100 കോടിയുടെ ഓവർ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, വളരെ സന്തോഷമുള്ള വാർത്തയാണ്. ഇനിയെല്ലാം 1-ാം തീയതിയും അവർക്ക് ശമ്പളം ലഭിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ഈ പദ്ധതി ഇനി നടപ്പിലാക്കുക? ഒപ്പം തന്നെ പെൻഷൻകാരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? എന്തായാലും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി അവരുടെ ആവശ്യമാണ് 1-ാം തീയതി, പരമാവധി 5-ാം തീയതിയെങ്കിലും ശമ്പളം നൽകുക എന്നുള്ള ആവശ്യം പല ഘട്ടങ്ങളിൽ ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ആവശ്യം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നതാണ്. നമ്മൾ പല സമരങ്ങളും KSRTC ജീവനക്കാരുടെ സമരങ്ങൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസവും നമ്മൾ കണ്ടതാണ് KSRTC ജീവനക്കാർ ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരവസ്ഥ. എല്ലാ മാസവും ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്ന KSRTC ജീവനക്കാരുടെ ദുരവസ്ഥ പല തവണയായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും അതിനൊരു അവസാനമായിരിക്കുന്നു. ഈ മാസത്തെ ശമ്പളം ഇന്ന് തന്നെ കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇന്ന് തന്നെ നൽകും. ഈ മാസത്തെ ശമ്പളം കൃത്യമായി അടുത്ത മാസം 1-ാം തീയതി KSRTC ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും ഇനി നടപ്പാക്കാൻ പോകുന്നത്. KSRTCയിൽ ഏകദേശം 25,000-നകത്ത് വരുന്ന 24,000-ലധികം ജീവനക്കാരുണ്ട്. 24,000-ലധികം ജീവനക്കാർക്ക് ഏകദേശം 80 കോടി രൂപയാണ് ഒരു മാസം ശമ്പളം നൽകാനായി വേണ്ടത് എന്നാണ് കണക്ക്. ഈ രീതിയിൽ 100 കോടി രൂപ SBIയിൽ നിന്ന് അധികമായി ഓവർ ഡ്രാഫ്റ്റ് എടുക്കും. അത് നേരത്തെയുള്ള ബാധ്യതകളെല്ലാം സർക്കാർ തീർക്കുകയും കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ബാധ്യതകളും തീർക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് SBI ഓവർ ഡ്രാഫ്റ്റ് എല്ലാ മാസത്തേക്കും 100 കോടി രൂപ എന്നുള്ള ഓവർ ഡ്രാഫ്റ്റ് നൽകാൻ തീരുമാനിച്ചത്. 10.8% ഈ ഓവർ ഡ്രാഫ്റ്റിന്റെ പലിശ. പക്ഷേ കൂടുതൽ പലിശയുടെ ഭാരം KSRTCയിലേക്ക് വരില്ല എന്നാണ് KSRTC ഭരിക്കുന്ന മന്ത്രി കൂടിയായ KB ഗണേഷ് കുമാർ പറയുന്നത്. അദ്ദേഹം പറയുന്ന പ്രകാരം എല്ലാ മാസവും 50 കോടി രൂപ സർക്കാർ KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ള സഹായമായി നൽകും. അത് 2 ഗഡുക്കളായി നൽകുന്നത്. ആദ്യ ഗഡു എന്ന് പറയുന്നത് 10-ാം തീയതിയോ 11-ാം തീയതിയോ നൽകും. അത് 30 കോടി രൂപയാണ്. സ്വാഭാവികമായി 1-ാം തീയതി ഓവർ ഡ്രാഫ്റ്റായി 100 കോടി എടുക്കുമ്പോൾ അതിലെ 30 കോടി 11-ാം തീയതി തന്നെ അടയ്ക്കും. അത് കൂടാതെ 2-ാം ഗഡു ഏകദേശം 20-ാം തീയതി കഴിയുമ്പോൾ ലഭിക്കും. അത് 20 കോടി രൂപയാണ്. അങ്ങനെ 50 കോടി രൂപ സർക്കാരിൻ്റെതും തുടർന്നുള്ള തുക എല്ലാ മാസവും എല്ലാ ദിവസവുമുള്ള KSRTC വരുമാനത്തിൽ നിന്നും തിരിച്ചടയ്ക്കാവുന്ന രീതിയിലായിരിക്കും ഈ ഓവർ ഡ്രാഫ്റ്റ് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ പരമാവധി പലിശയുടെ ഭാരം ഈ കമ്പനിയുടെ ഭാഗത്ത് വരാതെ, കമ്പനിയുടെ മേലേക്ക് വരാതെ എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം നൽകാനാകുന്നു എന്നുള്ള ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ് എന്തായാലും മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം നൽകാനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ KSRTCയുടെയും KSRTCക്ക് സമാന്തരമായി കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെയും എല്ലാം ചുമലിലുണ്ടായിരുന്ന വലിയ ബാധ്യതകൾ, ഈ ബാധ്യതകളും കേസുകളുമായിരുന്നു പലപ്പോഴും ഒരു ബാങ്കും ഓവർ ഡ്രാഫ്റ്റ് നൽകി ശമ്പളത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ശമ്പളത്തിന് വേണ്ടി സഹായിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകാതെ മുന്നോട്ട് പോയിരുന്നത്. എന്തായാലും അത് പരമാവധി വീട്ടിൽ തീർക്കാൻ സർക്കാരും സഹായിച്ചു. 625 കോടി രൂപയാണ് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ. നല്ല കാര്യമാണ് ഉമേഷ്. കാരണം വർഷങ്ങളായുള്ള അവരുടെ പ്രശ്നങ്ങളാണ്. എന്നും പ്രശ്നങ്ങളാണ്. ഈ 1-ാം തീയതി ശമ്പളം കിട്ടില്ല, ഒരു മാസം കഴിഞ്ഞാലും കിട്ടില്ല. അവർക്ക് എന്നും ബുദ്ധിമുട്ടുകളാണ്. ഒരു ഓണം വന്നാലും വിഷു വന്നാലും ഒക്കെ അവരുടെ കഷ്ടപ്പാടുകളും ആ കഥകൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു ആശ്വാസം എന്നതിനേക്കാൾ ഉപരി അവർക്ക് വളരെ സന്തോഷിക്കാനുള്ള ഒരു വകയാണ്. അത് കൃത്യമായി നടപ്പാക്കാൻ കൂടി കഴിയട്ടെ. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം, അല്ലേ?